ഇതാരെയും നേരത്ത് ഒരു പണിയില്ല. ഹലോ സാറേ, ഇറിഗേഷൻ വകുപ്പല്ലേ? എടോ, ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. ആ സാറേ, ഞാൻ കോഴിക്കോട് കാരപ്പറമ്പ് കരുവശ്ശേരിൻ്റെ അടുത്ത് അവിടെ നിന്ന് വിളിക്കണം. ആ, കരുവശ്ശേരി എന്നാണല്ലേ വിളിക്കുന്നത്? ആ, പറയൂ. ആ സാറേ, ഇന്നത്തെ പത്രത്തിലെ വെണ്ടയ്ക്ക അക്ഷരത്തില് നല്ല കാറ്റും നല്ല മഴയും പെയ്യുന്നു പറയണ്ടായല്ലോ. ഇവിടെ കാറ്റും മഴയും പോയിട്ട് ഒരു ഇല പോലും അനങ്ങണില്ല. മഴയാണെങ്കിലോ പെയ്യണമില്ല. നിങ്ങളെ ഈ പത്രത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിൽ ഡെയിലി ഒരു ബോക്സിനകത്ത് എഴുതൂലേ മഴ പെയ്യുന്നു, എന്നിട്ട് എന്തൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, മഴ പെയ്യും. എൻ്റെ ഡൗട്ട് അതൊന്നുമില്ല. ഇവിടെ ഏകദേശം എത്ര മണിക്ക് മഴ പെയ്യും? അവിടെ ഇപ്പൊ മഴ പെയ്യാൻ യാതൊരു സാധ്യതയില്ല. ആ സാറേ, ഇവിടെ മഴ പൊടിയാൻ തുടങ്ങി. അത് വല്ല കാക്ക പറഞ്ഞു പോയപ്പോൾ കാഷ്ടിച്ചതായിരിക്കും, അല്ലെങ്കിൽ തന്റെ വായിലെ തുപ്പലോ അങ്ങനെ തെറിച്ചതായിരിക്കും. ശരിയാ സാറേ, സോറി, അതിന് തുപ്പ തെറിച്ചു പോയതാ. ഓ, താൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോഴിക്കോടേക്കൊന്നും മഴ എത്താനായിട്ടില്ല. ആ സാറേ, ഇവിടെ ഏകദേശം എത്ര മണിക്ക് മഴ തുടങ്ങും ഒന്ന് പറഞ്ഞു സാറേ. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ഇന്ന് രാത്രി തന്നെ കോഴിക്കോട് മഴ തുടങ്ങും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് തുടങ്ങാൻ മഴ നാളെ രാവിലെ 6 മണി വരെ ഒന്ന് പെപ്പിക്കൂ. അതെന്താ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്ത്? നിങ്ങളുടെ അവിടെ ഒരു വാർഡ് മെമ്പർ ഇല്ലേ? ഈ മഴക്കാലം ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നലെ രാത്രി തൊട്ട് ഞാൻ മെമ്പറിനെ വിളിക്കാൻ തുടങ്ങിയതാ. ആള് ഫോൺ എടുക്കണല്ലോ. എന്താ കാര്യം എന്നറിയോ? ആള് മണ്ണിനടി പോയി ഇവിടെ ഉരുളൊട്ടിയതാ. നിങ്ങളുടെ വാർഡ് മെമ്പറോ മണ്ണിനടി പോയോ? എങ്ങനെ? അതൊന്നും പറയണ്ട സാറേ. ഈ ഉരുള് പൊട്ടണ സ്ഥലത്ത് നിന്നിട്ടേ വീടെടുക്കുക പുള്ളി. ഫോണ് താഴ്ത്തോട്ട്. മണ്ണിനടിയിലാണെങ്കിലും ഒന്ന് ഫോൺ എടുത്തൂടെ? അതാണ് എടുക്കണമില്ല. ഒരു മര്യാദയില്ലാത്ത മെമ്പർ. അയാളുടെ ഒരു കാര്യം, നിങ്ങളൊക്കെ പിടിച്ച അയാൾ വാർഡ് മെമ്പർ ആക്കുമോ? ഈ ഉരുളൊട്ടടുത്തൊക്കെ പോയിട്ട് ആരെങ്കിലും സെൽഫിയോ വീഡിയോ ഒക്കെ എടുക്കുമോ? കുറെ പൊട്ടന്മാർ ഇറങ്ങിക്കോളും. ആറേ, ഒരു ഡൗട്ട്. ഈ ഇടിയും മിന്നലൊക്കെ നിങ്ങളുടെ വകുപ്പിൽ പെട്ടതാണോ അതോ അല്ലേ? അതെ അതെ അതെ, ഈ കർക്കിടകത്തിൽ പെയ്യുന്ന മഴയുടെ കൂടെയുള്ള ഇടിയും മിന്നലും ഞങ്ങളുടെ വകുപ്പിൽ പെട്ടതാണ്. ഈ വെള്ളപ്പൊക്കം നിങ്ങളുടെ വകുപ്പാണോ? വെള്ളപ്പൊക്കം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. മഴ, ഇടിയോട് കൂടിയ മഴ, ശക്തമായ മഴ, ന്യൂനമർദ്ദം, ഇത് മാത്രമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. വെള്ളപ്പൊക്കം ഒന്നും നമ്മൾ ഡീൽ ചെയ്യാറില്ല, ശരിയാവില്ല അത്. ഓ സാറേ, ഈ 9 മണിക്ക് തുടങ്ങണ മഴയെ 6 മണി വരെ നിർത്താതെ കിടിലനായിട്ട് പേപ്പിക്കണോട്ടാ. ഒരു കാരണവശാലും ഒരു മിസ്റ്റേക്കും വരരുത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പെയ്യിപ്പിക്കണ മഴയാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് പെയ്യുന്ന മഴ വയനാട്ടിൽ വന്ന് താമരശ്ശേരി ചുരം വഴി, നിങ്ങൾക്ക് അറിയാലോ അവിടെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ വരണ്ടേ, ഒരു 10-15 മിനിറ്റ് ഡിലേ ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്ക്, പെയ്യും. അതൊന്നും പ്രശ്നമില്ല സാറേ, 10-15 മിനിറ്റ് അല്ലേ. പക്ഷെ മഴ പെയ്പ്പിച്ചാ മതി. ആ ഓക്കെ, അപ്പൊ താങ്ക് യു സാറേ. ഓക്കെ ഓക്കെ, ശരി. ആ ഹലോ പ്രണവേ മോനെ, നാളെ സ്കൂൾ അവധിയാട്ടാ. നമുക്ക് അടിച്ച് പൊളിക്കാം. ഇന്ന് 9 മണി തൊട്ട് രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണി വരെ മഴയില്ല. നോ സ്കൂൾ. ഓരോരുത്തരും ഇങ്ങനെ എന്നെ വിളിച്ചാൽ ഞാൻ എവിടെ നിന്നാണ് മഴ പെയ്യിക്കണത്? ദൈവം വിചാരിക്കണ്ടേ മഴ പെയ്യാനായിട്ട്? ഇതൊക്കെ അയാളെ പറഞ്ഞാൽ മതില്ല. ഇവിടെ ഒരു പണിക്കരെന്ന് പറഞ്ഞ ആളിരിപ്പുണ്ട്, അയാളൊന്ന് വിളിച്ചോക്കട്ടെ. ഈ നാസക്കാരത് എവിടെ കൊണ്ട് ഇട്ടേ റോക്കറ്റ്? കാലാവസ്ഥക്കാരാണല്ലോ, ഇത്ര മഴ കിട്ടിയിട്ട് പോരാ. ഹലോ ഹലോ പണിക്കരെ, നമസ്കാരമുണ്ട്. ഞാനിവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ്, സാബു. സാബു നമസ്കാരം. അതെ, നമ്മൾ മഴ പെയ്യുന്നു പറഞ്ഞ് 2-3 ദിവസമായി പത്രത്തിലൊരു കട്ടൗട്ട് കൊടുക്കുന്നുണ്ട്. ആളുകൾ വിളിച്ച് നല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. മഴ എവിടെ പോയി പണിക്കരെ, ഒന്ന് പറ. ഞാനൊരു വാനിൽ തീ പിടിച്ചിരിക്കുക. നാസ ഇന്നലെ റോക്കറ്റ് വിട്ടത് ഇതുവരെ അറബിക്കടലിൽ പോലും എത്തിയിട്ടില്ല. മൊത്തം ഞാൻ അരിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. മഴ പണിക്കരെ, അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പം ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നാട്ടുകാരുടെ തെറി, പത്രക്കാരുടെ തെറി, പിന്നെ ബംഗാളികളുടെ തെറി. അവർക്ക് വെയിലത്ത് നിന്നിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം. എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്യും. ഇതെങ്ങനെ തെറിയേക്കാതിരിക്കും? ഞാൻ പറഞ്ഞ കേൾക്കാതെ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത് പോരാഞ്ഞ് തലേ ദിവസം പ്രഖ്യാപിക്കേണ്ട അവധി പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് സ്കൂളിന് അവധി പ്രഖ്യാപിച്ച ആൾക്കാരല്ല നിങ്ങൾ. എത്രമാത്രം ഉപ്പുമാവിന്റെ പൈസയാണ് പോയത്. ഇതെല്ലാം പോരാഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തിൽ
അതെ, ഇന്ന് ഞാനൊരാൾക്ക് ഉറപ്പ് കൊടുത്തതാണ്. അതുകൊണ്ട് പണിക്കിരുന്ന് എങ്ങനെയെങ്കിലും മഴ പെയ്യിക്കണം. ഞാനിപ്പോൾ ഏത് ഭാഗത്താണ് മഴ പെയ്യിക്കണ്ടേ? കോഴിക്കോടില്ലേ, കോഴിക്കോട് നമ്മുടെ കാരപ്പറമ്പ് ഭാഗത്ത് രാത്രി ഒരു 9 മണി 9-9:15 ആയാലും കുഴപ്പമില്ല, ഒന്ന് പെയ്യിക്കണം. കാരപ്പുറം എടുക്കൂല. കാരപ്പുറം ഇന്നലെ ആവശ്യത്തിന് മഴ പെയ്യിപ്പിച്ചതാ. അതുമല്ല ഇങ്ങനെ 9 മണിക്ക് മെഡിക്കൽ കോളേജിലാണ് പെയ്യിപ്പിക്കണേ. ഇനി അഥവാ അത്ര നിർബന്ധമാണെങ്കിൽ താൻ ഫയർഫോഴ്സിന് ബന്ധപ്പെടും, ഒരു കൃത്രിമ മഴ പെയ്യും. അല്ല, ദയവേതൊരു ഇടിയും മിന്നലെങ്കിലും പണിക്കരെ, അതെങ്കിലും ഒന്ന് ഒപ്പിക്കാമോ? എടോ, മിന്നലും ഇടിയൊന്നും സ്റ്റോക്കില്ല, സാധനം വേണ്ട തരാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നേരെ ശുകാശിക്ക് കിട്ടോ. അവിടെ നിന്ന് ഒരു 200 ബാണവും ഒരു 550 ഗർഭങ്ങളിക്കും മേടിക്കും. എന്നിട്ടൊരു ചാമ്പം കണ്ട് ചാമ്പ് സംഭവമൊക്കെ ആയില്ലേ, മിന്നലായില്ലേ, റെഡിയായില്ലേ? ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ പണിക്കരെ, നാളെ തുടങ്ങി മഴ പെയ്യിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പണി പോകും. ഞാൻ പെയ്യിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കവടി നേരിട്ട് നോക്കട്ടെ. താൻ എന്തായാലും റെഡ് അലേർട്ട് കൊടുത്തോ, ശരിയാക്കാം. സന്തോഷമായില്ലേ? അയാളുടെ ഒരു റോക്കറ്റ് ഗർഭം കളിക്കും കൊച്ചു ബാത്റൂമിൽ ഇരിക്കുന്നത്, അതിന് പോയി കഴുകിക്കിടും. ഇവിടെ പൈപ്പിൽ മര്യാദയ്ക്ക് വെള്ളവും വരുന്നില്ല, അപ്പോൾ അയാളുടെ ഒരു മഴയും മിന്നലും മിസൈലും. കേട്ടില്ലേ? ന്യൂനപർദ്ദം തുടങ്ങി, നല്ല മിന്നലും ഉണ്ട്, ഇടിയുണ്ട്. എൻ്റെ ശിവനേ.